സുഹൃത്തുക്കളെ, എക്സൽ ലേണിംഗ് സീരീസിൻ്റെ 43-ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായി പിവറ്റ് ടേബിളിനെ കുറിച്ചായിരുന്നു നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. പിവറ്റ് ടേബിൾ ഉപയോഗിച്ച് ചാർട്ട് എങ്ങനെ നിർമ്മിക്കാം, ചാർട്ടിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്ന് ഒരു സ്ലൈസർ എങ്ങനെ ഇൻസേർട്ട് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ വിശദീകരിക്കുന്നത്. എന്താണ് സ്ലൈസർ? സ്ലൈസർ എങ്ങനെ വിവിധ പിവറ്റ് ടേബിളുമായി, ഒന്നിൽ കൂടുതൽ പിവറ്റ് ടേബിളുമായി എങ്ങനെ കണക്ട് ചെയ്യാം, സ്ലൈസറിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ വിശദീകരിക്കുന്നതാണ്. പിവറ്റ് ടേബിൾ ഇൻസേർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നമ്മൾ എപ്പോഴും ടേബിളിൻ്റെ ഫോർമാറ്റിലേക്ക് ഉപയോഗിക്കണം. അതിനുള്ള കാരണം പറഞ്ഞിരുന്നു. Ctrl+T പ്രസ് ചെയ്ത് നമ്മൾ ഡാറ്റയെ ടേബിൾ ഫോർമാറ്റിലേക്ക് നമ്മൾ മാറ്റി. നമ്മൾ ഇൻസേർട്ട് ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ റെക്കമെൻഡഡ് പിവറ്റ് ടേബിൾ കണ്ടെത്താം. മറ്റൊരു രീതിയിൽ റെക്കമെൻഡഡ് പിവറ്റ് ടേബിൾ എങ്ങനെയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് ഇത് ടോട്ടൽ സെയിൽസ് ബൈ റീജിയൻ എന്നുള്ള നിലക്ക് നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ ഇവിടെ നമ്മളിതൊന്ന് സെലക്ട് ചെയ്യുന്നു, ഇവിടെ കാണിക്കും ടോട്ടൽ സെയിൽസ് ബൈ സെയിൽസ് പേഴ്സൺ. നമ്മളിത് സെലക്ട് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്കൊരു പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ഇവിടത്തേക്ക് നമ്മൾ റീജിയൻ ഒന്ന് ഒരാവശ്യത്തിന് ഫിൽറ്ററിലേക്ക് വലിച്ചെടുക്കും. ഇനി നമുക്ക് എളുപ്പത്തിൽ ഒന്നെങ്കിൽ ഇത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ നിന്ന് എങ്ങനെയാണ് പിവറ്റ് ടേബിൾ കണ്ടെത്താമെന്നായിരുന്നു നമ്മൾ വിശദീകരിച്ചത്. ഇനി നമുക്ക് ഇതിനെ തന്നെ വേണമെങ്കിൽ എളുപ്പത്തിൽ Ctrl+C അടിച്ച് കോപ്പി ചെയ്യാം. ഇങ്ങനെ കോപ്പി ചെയ്യുന്ന അത് തന്നെയാണ് കിട്ടുന്നത്. അതിൽ നമ്മൾ എന്ത് ചെയ്തു, സെയിൽസ് പേഴ്സൺ എന്നുള്ളത് ഒഴിവാക്കിയിട്ട് നമ്മൾ പ്രോഡക്റ്റ് എന്നുള്ള ഭാഗം അങ്ങോട്ട് വലിച്ചിടും. അപ്പോൾ പ്രോഡക്റ്റിന്റെ സെയിൽസ് ഇവിടെ കിട്ടി. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ ഒന്നും കൂടി ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ചെറിയൊരു മാറ്റം വരുത്താം. ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു, അതിൻ്റെ കിട്ടി. ഇവിടെ ഇപ്പോൾ ലാപ്ടോപ്പിന്റെ ഇതാണ് കിട്ടിയിട്ടുള്ളത്, നമ്മൾ പ്രോഡക്റ്റ് എന്നുള്ള ആൾക്ക്. ഇനി ടോട്ടൽ സെയിൽസ് എന്നുള്ളത് നമ്മൾ ഒഴിവാക്കിയിട്ട് നമുക്ക് ഇതിന്റെ യൂണിറ്റ് സോൾഡ് ആണ് കിട്ടേണ്ടത് വിചാരിക്കുക. അപ്പോൾ നമ്മൾ അതിവിടെ വലിച്ചിടുന്നതോടുകൂടി ഓരോന്നിലും എത്ര യൂണിറ്റ് വീതം വിറ്റ് അയച്ചിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് എന്തായി ഇവിടെ കിട്ടി. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഓരോ റീജിയനും നമ്മൾ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ സെൻട്രലിന്റെ റീജിയൻ സെൻട്രലിന്റെ മാത്രം കിട്ടും. പക്ഷേ ഇവിടെ എന്താണ്, ഓൾ എന്നാണ്, മാറ്റമില്ല. നമുക്ക് ഇനി സെൻട്രൽ മാത്രം നമുക്ക് കിട്ടണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ മാറ്റം വരുത്തണം, എന്നാലേ സെൻട്രലിന്റെ മാത്രം കിട്ടുള്ളൂ. ഇതേപോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ റീജിയൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ റീജിയൻ ഈസ്റ്റോ വെസ്റ്റോ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ ആ റീജിയന്റെ കിട്ടും. അപ്പോൾ ഇവിടെ സെൻട്രലും ഇവിടെ ഈസ്റ്റ് ആണ്, ഇവിടെ വേറെ ആവാം. പക്ഷെ ഇതൊക്കെ നമുക്ക് ഒരേപോലെ കിട്ടണം. റീജിയൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ റീജിയനിലുള്ള ഓരോ സെയിൽസ് പേഴ്സന്റെ സെയിൽ കിട്ടണം. അതേപോലെ അപ്പോൾ തന്നെ അവിടെയുള്ള പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് കിട്ടണം, ഇത് ഒക്കെ കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് മാർഗം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിനുള്ള മെത്തേഡിലേക്കാണ് കിടക്കുന്നത്. നമ്മൾ പിവറ്റ് ടേബിൾ ഡിസൈൻ, പിവറ്റ് ടേബിൾ അനലൈസ് എടുക്കുന്നു. ഇൻസേർട്ട് സ്ലൈസർ എന്നൊരു ഭാഗം കാണാം, അത് ക്ലിക്ക് ചെയ്യും. അത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഒരു ഡയലോഗ് ബോക്സ് വന്നു. നമ്മളിവിടെ റീജിയൻ സെലക്ട് ചെയ്യുന്നു. റീജിയൻ വൈസ് ആണ് നമുക്ക് കിട്ടേണ്ടതെന്നുള്ളതുകൊണ്ട് റീജിയൻ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുന്നതോടുകൂടി ഒരു സ്ലൈസർ ഇവിടെ ആഡ് ചെയ്ത് വന്നു. ഈ സ്ലൈസറിനെ നമുക്ക് ഏത് രീതിയിൽ മാറ്റാം. അതായത് ഇവിടെ ഇപ്പോൾ ഒരു കോളമാണ് ഉള്ളത്, ഇതിനെ നമുക്കിപ്പോൾ 5 കോളമാക്കി നീളത്തിൽ കൊടുക്കാം. ഒന്ന് നോക്കിയാൽ ഇപ്പോൾ 1, 2, അപ്പോൾ ഇവിടെ കൂട്ടി കൊടുക്കുന്നതനുസരിച്ച് ഇതിങ്ങനെ മാറുന്നത് കാണാം. അപ്പോൾ നമുക്ക് ഇതിന്റെ സൈസ് വലുതാക്കിയും കൊടുക്കാം. അങ്ങനെ 5 കോളാക്കി കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെയാണെങ്കിൽ ഇതിനെ ഈ രീതിയിൽ വേണമെങ്കിൽ പ്ലേസ് ചെയ്യാം. അല്ലെങ്കിൽ നേരത്തെ പോലെ 0 ആക്കിയിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാനുള്ള സൗകര്യത്തിനാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഇത് ഇവിടത്തേക്ക് മാത്രം ബാധകമായിട്ടുള്ള ഒരു സ്ലൈസറാണ്. ഈ സ്ലൈസറിനെ നമുക്ക് ഈ 2 പിവറ്റ് ടേബിളുമായിട്ട് കൂടി കണക്ട് ചെയ്യണം. ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോഴൊക്കെ ഇവിടെ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. അതുകൊണ്ട് ഈസ്റ്റ്, പിന്നെ നോർത്ത് ആണെങ്കിൽ ഇവിടെ നോർത്തായി. പക്ഷെ ഇവിടെയൊക്കെ സെൻട്രലും ഇവിടെ ഈസ്റ്റും തന്നെയാണുള്ളത്. ഇതിനെ നമുക്ക് മാറ്റണമെങ്കിൽ നമ്മൾ ഇതൊന്ന് സെലക്ട് ചെയ്ത് നമ്മൾ സ്ലൈസറിന്റെ ഇതിൽ കാണാം. സ്ലൈസർ എന്നുള്ളടത്ത് പോവാം. റിപ്പോർട്ട് കണക്ഷൻസ് എന്ന് കാണാം. ഒന്നെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം, അതല്ലെങ്കിൽ ഒരു മെത്തുമ്പോഴും എന്താണ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോണ്ടെക്സ്റ്റ് മെനുവിലും കാണാം റിപ്പോർട്ട് കണക്ഷൻസ്. അപ്പോൾ നമുക്ക് ഏതാണോ പെട്ടെന്ന് ഈസി ആയി തോന്നുന്നത്, സ്ലൈസറിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, അങ്ങോട്ട് മൂവ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതോട് ഇങ്ങനെ ഒന്ന് വന്നു. ഇപ്പൊ ഇവിടെ എന്താണ്, ഈ പിവറ്റ് ടേബിളിന്റെ പേരുകളാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ആ കാര്യം നമുക്ക് ഒന്നും കൂടി വ്യക്തമാവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ പോയി പിവറ്റ് ടേബിൾ സെലക്ട് ചെയ്ത് പിവറ്റ് ടേബിളിന്റെ പേരുകളൊന്ന് നമുക്ക് റീനെയിം ചെയ്യാം. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതോട് കൂടി സെലക്ഷൻ ആവും. ഇവിടെ സെയിൽസ് പേഴ്സൺ വൈസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സെയിൽസ് പേഴ്സൺ എന്ന് കൊടുക്കുന്നു, എൻ്റർ അടിക്കുന്നു. അപ്പോൾ ഇതിന്റെ പേര് സെയിൽസ് പേഴ്സൺ ആയി. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് പേര് എങ്ങനെ റീനെയിം ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നും കൂടി കാണിക്കുകയാണ്. പ്രോഡക്റ്റ് വന്നു. ഇവിടെ നമുക്ക് എന്താണ് പ്രോഡക്റ്റ്, എന്താണ് നമ്പർ ഓഫ് പ്രോഡക്ട്സ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് എടുക്കേണ്ടത്, പ്രോഡക്റ്റ് നമ്പേഴ്സ് എന്ന് കൊടുക്കാം. ഇതിന്റെ പേര് പ്രോഡക്റ്റ് നമ്പേഴ്സ്, ഇത്ര എണ്ണം പ്രോഡക്റ്റ് നമ്പർ. അപ്പോൾ മറ്റേ പ്രോഡക്റ്റ് എന്നുള്ള റവന്യൂ ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പേര് നമ്മളൊന്ന് പേര് കൊടുക്കുന്നുള്ളൂ, നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി നിങ്ങൾ കൺവീനിയന്റ് ആയിട്ടുള്ള പേരുകൾ കൊടുക്കാം. ഇനി നമ്മൾ ഈ സ്ലൈസറിന്റെ റൈറ്റ് ക്ലിക്ക് ചെയ്ത്
റിപ്പോർട്ട് കണക്ഷൻസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാൻ പറ്റും. കൂടുതൽ പിവറ്റ് ടേബിൾ ഉണ്ടെങ്കിൽ ഇതേപോലെ പേരുകൾ കൊടുക്കണമെന്നല്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ സെയിൽസ് പേഴ്സൺ മാത്രമാണ് നമുക്കുള്ളത്. നമ്മൾ സ്ലൈസറുമായി ഇത് രണ്ടും കൂടി എന്താവുന്നു, കണക്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫിൽട്ടറൊക്കെ ഒഴിവാക്കി എല്ലാം ഓൾ റീജിയൻ, ഇവിടെ ഓൾ എന്നാണ്, ഇവിടെ ഓൾ ആണ്, ഇവിടെ ഓൾ ആണ്, അതിൻ്റെ സെയിൽസ് ഒക്കെ ആണ് കാണിക്കുന്നത്. ഇവിടെ സെൻട്രൽ റീജിയൻ ഇപ്പോൾ നമ്മൾ ക്ലിക്ക് കഴിഞ്ഞാൽ ഇവിടെ സെൻട്രലായി, ഇവിടെയും സെൻട്രലായി സെയിൽസിന്റെ പിവറ്റ് ടേബിൾ കിട്ടി, ഇവിടെ സെൻട്രലുള്ള മാത്രം എണ്ണം കിട്ടി. ഇനി നമ്മൾ നോർത്താണ് ക്ലിക്ക് ചെയ്യുന്നെങ്കിൽ നമുക്ക് ഓരോന്ന് ക്ലിക്ക് ചെയ്യാം. നോർത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ വാല്യൂ മാറുന്നത് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ നോർത്തിൻ്റെ അവിടെ നോർത്ത് നിന്ന് കാണിക്കുന്നുണ്ട്, ഇവിടെയും ഒക്കെ നോർത്ത് നിന്ന് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ക്ലിക്ക് കൊണ്ട് തന്നെ നമുക്ക് വ്യത്യസ്ത പിവറ്റ് ടേബിൾ കണക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ റിപ്പോർട്ടുകൾ ഒറ്റ ക്ലിക്കിന് തന്നെ ഒന്നിച്ചുള്ള റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. മുമ്പത്തെ ക്ലാസ്സിൽ വിശദീകരിച്ച മാതിരി ഇതിനൊക്കെ നമ്മളൊന്ന് കുറച്ചും കൂടി എളുപ്പം മനസ്സിലാവാൻ വേണ്ടി ഇവയെ നമ്മൾ പെർസെൻറ്റേജിലേക്ക് മാറ്റാണ്. എങ്ങനെയാണെന്ന് വിശദീകരിച്ചിട്ടുണ്ട്, ഒന്നുകൂടി കാണിക്കുന്നു. ഷോ വാല്യൂ ആസ് പെർസെൻറ്റേജ് ഓഫ് കോളം ടോട്ടൽ എന്ന് കൊടുത്തപ്പോൾ ഒരു പെർസെൻറ്റേജ് കിട്ടി. ഇവിടെ നമുക്ക് ഇതിനെ സോർട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ആ സോർട്ട് ഓർഡറിൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് എന്ന് കൊടുത്തു. ഇവിടെയും നമ്മൾ അങ്ങനെ തന്നെ ചെയ്യാണ്. വാല്യൂ ടോട്ടലിനനുസരിച്ച് പെർസെൻറ്റേജ് ആയിട്ട് വന്നു. ഇപ്പോൾ താഴത്ത് 100% എന്ന് കാണിക്കും. ഇവിടെയും നമുക്കൊന്ന് എന്ത് ചെയ്യാം, സോർട്ട് ചെയ്യാം. ഇവിടെയും നമുക്ക് അതേപോലെ തന്നെ പെർസെൻറ്റേജ് വൈസ് ആയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെയും ടോട്ടലി സോർട്ട് ചെയ്യുന്നു. ഇനി നമുക്കിവിടെ ഫിൽട്ടർ ഒഴിവാക്കാൻ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഫിൽട്ടർ ഒഴിവാക്കും. ഓരോ നോക്കുമ്പോഴും ഇവിടെ ഫിൽട്ടർ ഇങ്ങനെ കിട്ടിയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടി ഇവിടെയുള്ള ബട്ടൺ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അത് നോർമൽ ഓൾ റീജിയൻസിനെ കാണിക്കും. നമ്മൾ ഇതിന് ഓരോന്നിനും ഒരു ഗ്രാഫ് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ പിവറ്റ് ടേബിൾ സെലക്ട് ചെയ്ത് ഇതിൽ പിവറ്റ് ചാർട്ട് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. നമ്മളൊരു വ്യത്യസ്തമായ കഴിഞ്ഞ പ്രാവശ്യം വ്യത്യസ്തമായ ഒരു ചാർട്ട് എടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ചാർട്ട് സെലക്ട് ചെയ്തു, ഒരു ചാർട്ട് വന്നു. ഇതിനെ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. ഇതിനെ പറഞ്ഞിരുന്നു ഡിസൈൻ ഫോർമാറ്റ് പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. നമുക്ക് ആ രീതിയിൽ ഒന്ന് സെലക്ട് ചെയ്യാം. ഇനി രണ്ടാമത്തെ ചാർട്ട് നമുക്ക് ഇത് ആവശ്യമില്ല. നമ്മൾ രണ്ടാമത്തെ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് അനലൈസ് എടുക്കുന്നു. പിവറ്റ് ചാർട്ട് വീണ്ടും എടുക്കുന്നു. ഇവിടെയും നമ്മളൊരു ചാർട്ട് സെലക്ട് ചെയ്യാണ്. ഓക്കെ കൊടുത്തു. അവിടെയും അതിൻ്റെ ഒരു ചാർട്ട് കിട്ടി. ഇതിനെ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഇതേപോലെ നേരത്തെ പോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ച മാതിരി നമ്മൾ കുറച്ചും കൂടി ഇവിടെ സെലക്ട് ചെയ്തു. അതിൻ്റെ ചാർട്ടിൻ്റെ മാറ്റി ഇവിടെ നമുക്കൊക്കെ പേര് കൊടുക്കാം. അതൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്, അതിൽ കടക്കുന്നില്ല. ഈ സ്ലൈസറിൽ എന്ത് മാറ്റമാണ് വരുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ചാർട്ട് ഉണ്ടാക്കുന്നത്. ഇനി മൂന്നാമത്തേൽ നമ്മൾ അതേപോലെ തന്നെ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാണ്. ക്ലിക്ക് ചെയ്തു, നമ്മളൊരു സെലക്ട് ചെയ്തു. ഇനി ഇവിടെ വെച്ചു. മൂന്നെണ്ണം നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ വീണ്ടും ഡിസൈനിൽ പോയി നമുക്ക് പറ്റിയിട്ടുള്ള കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തന്നെയാണ് എടുത്തത്. കുറച്ചും കൂടി വിസിബിലിറ്റി ആവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം എടുക്കാം. ഞാൻ ഈ കളർ സെലക്ട് ചെയ്തെന്നുള്ളൂ. ഈ മൂന്നെണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ അതിനനുസരിച്ച് മാറുന്ന നമ്മൾ കാണാം. ഇപ്പോൾ സെൻട്രൽ റീജിയൻ എടുക്കുമ്പോൾ ഇവിടെ അതിനനുസരിച്ച് വാല്യൂസ് മാറും. ഇപ്പോൾ ലാപ്ടോപ്പിലാണ് ഏറ്റവും സീലുള്ളത് നമുക്ക് മനസ്സിലാവും. ഇവിടെ തന്നെ എണ്ണത്തിലും റവന്യൂലും അത് തന്നെയാണുള്ളത്. ടോട്ടൽ എണ്ണം വെച്ച് നോക്കുമ്പോൾ അതിനനുസരിച്ച് കാണിക്കുകയാണ്. ഇനി നമുക്ക് ഈസ്റ്റിൽ നോക്കാം, വെസ്റ്റിൽ നോക്കാം. സൗത്തിലും വെസ്റ്റിലൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഇവിടുത്തെ ലാപ്ടോപ്പിൽ ഇവിടെ നമുക്ക് മാറ്റം വരുന്നത് കാണാൻ പറ്റും. ഓരോന്നിലും ഇത് നമ്മൾ ഫിൽട്ടർ ഒഴിവാക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് കിട്ടും. ഇപ്പോൾ ഗ്രാഫിന്റെ ഫോർമാറ്റിംഗ് ഒക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വിശദീകരിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ചാർട്ടിന്റെ രൂപം ഒന്ന് മാറ്റാൻ വേണ്ടി നമ്മൾ ചേഞ്ച് ചാർട്ട് ടൈപ്പ് നമുക്ക് ഇവിടുന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തെടുക്കാം. അതേപോലെ ഇവിടെ തന്നെ ചാർട്ട് ടൈപ്പ് എന്ന് കിട്ടും. അതേപോലെ അല്ലെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്ത് നമ്മൾ ഡിസൈനിൽ പോയി ഡിസൈനിലാണ് മാറ്റം വരുത്തുന്നത്. ചേഞ്ച് ചാർട്ട് ടൈപ്പ് ഇവിടുന്ന് ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ഇവിടുന്ന് കിട്ടി. നമ്മൾ അതിനെ ഒന്ന് മാറ്റി ഒരു പൈ ചാർട്ട് ആക്കി മാറ്റുന്നു. പൈയിൽ തന്നെ നമുക്ക് പലതും എടുക്കാൻ പറ്റും. ഇങ്ങനെ എടുക്കാം, ഇതെടുക്കാം, ഇതാവാം. നമ്മൾ ഇതെടുക്കുന്നു. ഇങ്ങനെ എടുത്ത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ കൊടുത്താൽ ഇവിടുത്തെ മാറി. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇപ്പോൾ മനസ്സിലാവും ഏതാണ് നമുക്കുള്ള കളറിനനുസരിച്ച് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ വെച്ചു. ഇവിടെയും നമുക്കിത് മാറ്റം വരുത്താനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെയും നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഉള്ളിൽ തന്നെ ശതമാനം കാണിക്കുന്നുണ്ട്. ഈ രീതിയിലുണ്ട്. അല്ലെ ഇവിടെ ഇങ്ങനെ കുറച്ചും കൂടി ഉള്ളതുണ്ട്. അപ്പോൾ നമ്മളിത് സെലക്ട് ചെയ്യുന്നു. ഇനി നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ എളുപ്പം നമുക്ക് മനസ്സിലാവും ഈസ്റ്റിൽ എത്ര സെയിൽ വരുന്നത് 55%, നോർത്തിൽ മാറുന്നു, ഇതിന്റെ വലിപ്പം അങ്ങനെ മാറുന്നത് കാണാൻ പറ്റും. നമുക്ക് ഇതിനൊരു വൈറ്റ് കളറാണ്, നമുക്ക് ഇതുപോലെ തന്നെ ആക്കണം എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഫോർമാറ്റ് ചാർട്ട് ഏരിയ കാണും. അപ്പോൾ അത് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ചാർട്ടാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ചാർട്ടിന്റെ ഫില്ല് കളർ കാണാം. അപ്പോൾ ഇവിടുന്ന് കളർ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് നമുക്ക് പറ്റിയ കളർ എടുക്കാം. അപ്പോൾ ഇതിനോട് യോജിച്ച കളർ എടുക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് നോക്കണം കളർ മാച്ച് ആവുന്നുണ്ടോ എന്നുള്ള നിലക്ക് നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാം. ഇങ്ങനെ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ടോട്ടൽ എന്നുള്ളത്
ഇവിടെ പ്രോഡക്റ്റിന്റെ ഇതാണല്ലോ ഇവിടെ ഇപ്പോൾ നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്തെങ്കിലും മാറ്റം വരുത്തണം. ഇവിടെ ഈ കളർ ഒന്ന് മാറ്റണം. ഇവിടെ എന്ത് ഹെഡിങ്ങും നിങ്ങൾ കൊടുക്കാം. അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചുകൊണ്ട് ഈ ക്ലാസ്സിലൊന്നും പറയുന്നില്ല. അപ്പോൾ ഈ ടെക്സ്റ്റ് ആണ് നമുക്ക് മാറ്റേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ടെക്സ്റ്റ് ഓപ്ഷൻസ് എടുത്ത് ടെക്സ്റ്റിന്റെ കളർ നമുക്ക് എന്ത് ചെയ്യാം, വൈറ്റ് എടുക്കാം. ഇവിടുന്ന് വൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് വൈറ്റ് കളറായി മാറി. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ സ്ലൈസറുമായി നമുക്ക് കണക്ട് ചെയ്ത് എളുപ്പത്തിൽ ഒന്നിൽ കൂടുതൽ പിവറ്റ് ടേബിളിനെയും ആ പിവറ്റ് ടേബിളുമായി ബന്ധപ്പെട്ട ചാർട്ടിനെയും നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് സൈസറിന്റെ ഒരു പ്രധാന ഉപയോഗം. ഇത് ശരിയായ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് ശീലിക്കേണ്ടതുണ്ട്. ഇത് ഡാഷ്ബോർഡിന്റെ ഒരു ചെറിയൊരു മാതൃകയാണ്. ഒന്നിൽ കൂടുതൽ സ്ലൈസർ ഉപയോഗിച്ച് ഒന്നിൽ കൂടുതൽ നമുക്ക് പിവറ്റ് ടേബിളായിട്ടൊക്കെ കണക്ട് ചെയ്യുന്ന ക്ലാസ്സുകൾ ഉടനെ ഉണ്ടാവും. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് പ്രാക്ടീസ് ചെയ്യാനുള്ള പ്രാക്ടീസ് ഫയൽ എല്ലാ പ്രാവശ്യവും എന്നപോലെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇടുന്നതാണ്. അത് ഡൗൺലോഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഇന്നത്തെ ലെസൺ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു വെരി മച്ച്.